Pavan Nalana and Needus Academy present Behind Woods Dulkhar, the King of Kotha, supported by Hero Motocore, Chiking Tirukochi Golden Diamonds, Ladio Premium Innovators, powered by Anfield International, Wetland Wedding, Corona Plastics, Sulfrex Mattress, Aquastar and Elements of Cinema. ദയവ് ചെയ്തൊന്ന് അച്ഛനോട് നമ്മളെയൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് പടം ചെയ്യാൻ പറഞ്ഞു. చాలా బాగుంది ప్రసన్న గారు. సరే తమిళిలో ప్రసన్న సార్ నా సెమ్మ యాక్టర్ నెరుపు సార్ హిందీലും కూడా కింగ్ ఆఫ్ కొత్త హిందీലും కూడా ఉള്ളതുകൊണ്ട് ഹിന്ദിയിലും കൂടെ പ്രസന്ന സാർ ഖത്തർനാക്ക് ആക്ടർ DQ ഇത്രയും ചാമിങ് ആയിട്ടുള്ള നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു മുഖം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. വീട്ടിൽ നിന്ന് തന്നെ അത്രയും വലിയൊരു കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ മലയാളത്തിൽ മാത്രം ടോപ്പായാൽ പോരാ, ഇനി എല്ലാ ലാംഗ്വേജിലും ടോപ്പാവും എന്നുള്ള ഒരു അതിൽ മമ്മൂക്ക വന്നിട്ട് സ്നേഹം ഇങ്ങനെ പൊക്കി ബെഡിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു 70 വയസ്സിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ആരും. ഈ സിനിമയിൽ എവിടെയെങ്കിലും DQ ഐശ്വര്യ ഇതുപോലെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒറ്റ ടേക്കിൽ ഓക്കെ ആയോ? അത് ഓക്കെ ആയോ ഇല്ലയോ എന്ന് നമുക്ക് എപ്പോഴെങ്കിലും നോക്കണോ ഇവിടെ വെച്ചിട്ട്? വേണ്ട, വെയിറ്റ് ഉണ്ട്. കിങ് ഓഫ് കൊത്തയുടെ ഏറ്റവും പിവറ്റൽ ആയിട്ടുള്ള വേറൊരു പേഴ്സണാലിറ്റീനെയാണ് ഈ ഒരു വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ തമിഴകത്തിന് അദ്ദേഹം എന്ന് പറയുന്നത് വളരെ സുന്ദരനായ ഒരു നായകനാണെങ്കിൽ മലയാളിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ക്രൂരനായ ഒരു വില്ലനായിട്ടാണ് പലപ്പോഴും നമ്മൾ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടുള്ളത്. ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബിഹൈൻഡ് വുഡ്സ് പ്രസന്റിംഗ് കിങ് ഓഫ് കൊത്തയുടെ ഈ ഒരു സെലിബ്രേഷൻ ഇവന്റിൽ ദി വെരി ടാലന്റഡ് പ്രസന്ന. സോ നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഇപ്പം മലയാളത്തിന് ഒരുപാട് നല്ല മികച്ച സിനിമകളുടെ ഭാഗമാകാൻ ഈ ഒരു ആക്ടറിന് സാധിച്ചു. സർ, മലയാളത്തിലാണോ തമിഴിലാണോ നമ്മളോട് എങ്ങനെയാണ് സർ സംവദിക്കാൻ പോകുന്നത്? എല്ലാവർക്കും നമസ്കാരം. കിങ് ഓഫ് കൊത്ത ഈ പേര് കേട്ടു തുടങ്ങിയ അന്ന് മുതൽ ഇതിൻ്റെ ഹൈപ്പ് ഇങ്ങനെ കൂടി വരാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും ഇവിടെ കാണുന്നത് ഞങ്ങളെല്ലാവർക്കും അത്രയും എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു പീക്കിലാണ് ഞങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. ആൻഡ് DQ ഇത്രയും ചാമിങ് ആയിട്ടുള്ള നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു മുഖം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ പടത്തിൻ്റെ തെലുഗു പ്രീ റിലീസ് ഇവൻറ്റിൽ ആക്ടർ നാണി പറഞ്ഞ പോലെ DQ ഇസ് എ ട്രൂ പാൻ ഇന്ത്യൻ ആക്ടർ. ഒരു പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ അത്രയും വലിയൊരു കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ ഈ മലയാളത്തിൽ മാത്രം ടോപ്പായാൽ പോരാ, ഇനി എല്ലാ ലാംഗ്വേജിലും ടോപ്പാവും എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടായിരിക്കാം DQ is spreading his wings all over the country in every other language and proving himself to be a wonderful actor. And Aishwarya, she's എന്താ പറയുക, ഞാൻ ബ്രദേഴ്സ് ഡേ ചെയ്യുമ്പോൾ എൻ്റെ സിസ്റ്ററായിട്ടാണ് അത് വന്നത്. സോ we have such a lovely bond and so happy to see you doing all these wonderful films. All the very best. Shabir, ഏറ്റവും വലിയ ചാലഞ്ച് ഷബീർ ഹാസ് നൗ ഇസ് ടു സർപ്പാസ് ഹിസ് ഡാൻസിങ് റോസ് എന്നുള്ള ആ ക്യാരക്ടർ അതിനേക്കാളും ഇനി ബെറ്ററായിട്ട് ചെയ്യണം എന്നുള്ള ഒരു വലിയ ചാലഞ്ച് ഉണ്ട്. ഐ എം ഷുവർ കിങ് ഓഫ് കൊത്ത വിൽ പ്രൂവ് ദാറ്റ്. ഹിസ് എ ഫാന്റാസ്റ്റിക് ടാലൻറ്റ്. അഭിലാഷ്, എനിക്ക് തോന്നുന്നു ജോഷി സർ മമ്മൂക്കയുടെ ആ ഒരു കോമ്പിനേഷൻ്റെ അടുത്ത ജനറേഷൻ അത്രയും ഹിറ്റ്സ് കൊടുക്കാൻ പോകുന്ന ഒരു കോമ്പിനേഷൻ ആയിരിക്കും അഭിലാഷിൻ്റെയും DQയുടെയും. നിമിഷ് പൊളിച്ചോട്ടോ. വിഷ്വൽസ് ഞാൻ ഈ റോഷാക്ക് എന്ന സിനിമ കണ്ടിട്ട് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ആരാണ് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് എനിക്ക് കിങ് ഓഫ് കൊത്തയിൽ നിമിഷിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരം കിട്ടിയത്. ജേക്സിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. ഇപ്പോഴും മാഫിയ എന്ന സിനിമയിൽ എനിക്ക് വേണ്ടി ജേക്സ് ഉണ്ടാക്കിയ ആ ഒരു ട്രാക്കാണ് എൻ്റെ ഫോണിൻ്റെ കളർ ട്യൂൺ. സോ ഇത്രയും നല്ല ടാലൻറ്റഡ് ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ ഉള്ള ഒരു സിനിമയിൽ ഞാനും ഭാഗമായത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഓ മൈ ഗോഡ്, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അഭിനയിച്ചാണെന്ന് തോന്നുന്നു. DQ എന്ത് ഫ്ലുവൻ്റ് ആയിട്ടാണ് മലയാളം സംസാരിക്കുന്നത്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല സർ, ഞെട്ടിച്ചു കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കാൻ പറഞ്ഞു, സ്നേഹ മാമിന് സുഖമാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. യെസ്, സ്നേഹമാമിനുള്ള സുഖം. എനിക്ക് ഒരു കാര്യം പറയാണ്ട്, ഇത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയാണ്. കിങ് ഓഫ് കത്തയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ചെറിയൊരു ട്രിവിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ അടുത്ത് സ്നേഹ മമ്മൂക്കയുടെ കൂടെ ക്രിസ്റ്റഫർ എന്നുള്ള ഒരു സിനിമ ചെയ്തിരുന്നു. അത് കാരണം എനിക്ക് എന്തൊരു പാറുണ്ടായി എന്ന് എനിക്ക് പറയാൻ വയ്യ. അതിലൊരു സീന് ഇങ്ങനെ സ്നേഹയുടെ ക്യാരക്ടർ ഇങ്ങനെ മരിച്ച് കിടക്കുന്നവർ, അതിൽ മമ്മൂക്ക വന്നിട്ട് സ്നേഹനെ ഇങ്ങനെ പൊക്കി
ബെഡിൽ നിന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് അടുത്തുള്ള ഒരു ലിവിങ് റൂമിൽ ഒരു സോഫ ഉണ്ട്, ആ സോഫയിൽ കിടത്തിയിട്ട് അടുത്തിരുന്ന് മമ്മൂക്ക കരയണം. ഇതാണ് ഷോട്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ ഒന്ന് ഷോട്ടൊക്കെ പറഞ്ഞിട്ട് സർ ഇങ്ങനെ പൊക്കുന്ന വരെ നമുക്ക് പോവാം, എന്നിട്ട് കട്ട് ചെയ്തിട്ട് ലിഫ്റ്റിംഗ് ഒരു ഷോട്ട്, വെക്കുന്ന ഇറക്കിന് ഒരു ഷോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഒറ്റ ഷോട്ടിൽ ചെയ്യാലോ. ഐ ലിഫ്റ്റ് ഹർ ആൻഡ് ടേക്ക് ഹർ ആൻഡ് ഗോ ആൻഡ് ലേ ഹർ ഡൗൺ ഇൻ ദ ലിവിങ് റൂം എന്ന് അവർ അല്ല സ്നേഹ പറഞ്ഞു. അല്ല നമുക്ക് ഐ എം ഓൾമോസ്റ്റ് 68 kilos. നിങ്ങളാരും പറഞ്ഞ ആ അദ്ദേഹത്തിന് ഒരു 70 വയസ്സിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ആരും. ഒരൊറ്റ ഷോട്ടിൽ ഹീ ലിഫ്റ്റഡ് ഹെർ, വാക്ക്ഡ് ഓൾ ദ വേ ത്രൂ ദറ്റ് കോറിഡോർ ആൻഡ് മേഡ് ഹെർ ലൈ ഡൗൺ ഇൻ ദ സോഫ ആൻഡ് ഫിനിഷ്ഡ് ദറ്റ് ഷോട്ട് ഇൻ 1 single take. ഞങ്ങളിങ്ങനെ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹ പറയുന്നോട്, ദിസ് ഈസ് യുവർ ചാലഞ്ച്, ക്യാൻ യു ലിഫ്റ്റ് മീ, ക്യാരി മീ ഓൾ ദ വേ ആൻഡ് പുട്ട് മീ ദെയർ ഇൻ ദ സോഫ എന്ന്. ഇന്ന് വരെ എനിക്ക് പറ്റിയിട്ടില്ല. ദയവ് ചെയ്തൊന്ന് അച്ഛനോട് നമ്മളെയൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് പടം ചെയ്യാൻ പറഞ്ഞു. ഒന്ന് പറയൂ പ്ലീസ്. അല്ല, ഈ സിനിമയിൽ എവിടെയെങ്കിലും DQ ഐശ്വനെ ഇതുപോലെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഒറ്റ ടേക്കിൽ ഓക്കെ ആയോ? അത് ഓക്കെ ആയോ ഇല്ലയോ എന്ന് നമുക്ക് എപ്പോഴെങ്കിലും നോക്കണോ ഇവിടെ വച്ചിട്ട്? വേണ്ട, വെയിറ്റ് ഉണ്ട്. Just for fun. എനിക്കെന്താണോ സ്ക്രിപ്റ്റ്? നല്ല ഡാൻസാണ്, ഡാൻസൊക്കെ കാണാറുണ്ട്, സൂപ്പർ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ചാനലിൽ റിയാലിറ്റി ഷോയിലൊന്നും കാണലില്ലല്ലോ ജഡ്ജസ് ആയിട്ട്. മനസ്സിലായില്ല, ഏത് പ്രസന്ന മാസ്റ്റർ അല്ലേ? പ്രസന്നയാണ്, പ്രസന്ന മാസ്റ്റർ അല്ല, ആക്ടർ പ്രസന്ന, സ്നേഹയുടെ ഹസ്ബൻഡ് പ്രസന്ന. എന്നോട് ഡാൻസ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ആളെ തെറ്റിന്ന്. ആ തേച്ചെന്ന ഡ്രസ്സല്ലേ മാഡം? ഓ അത് ബോഡി സ്പ്രേ ആണോ? ഒരു വേറൊരു കാര്യം ഭംഗിയായിട്ട് പറയാം. നേരത്തെ അവിടുന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ പറഞ്ഞ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഉള്ള പോലെ പറയാലോ. വേറൊരു കാര്യം ഉണ്ടോ, ഏതായാലും വന്ന് പെട്ടുപോയി, 2 പുഴു അടിച്ചിട്ട് പോയാലോ? ഫുൾ അടിക്കണോ? 2 പുഴു അടിച്ചിട്ട് പോയാലോ? ഇത് പ്രസന്ന മാസ്റ്റർ അല്ല ചേട്ടാ. ഏതായാലും മാറി പാളിപ്പോയി. എന്നാലും വന്ന സ്ഥിതിക്ക് 2 പുഴു അടിച്ചിട്ട് പോവാം പ്ലീസ്. എന്തൊരു ചെറിയ സ്റ്റെപ്പ്, എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്. ചെറിയ സ്റ്റെപ്പ് ഏതെങ്കിലും ഒന്ന്. പെട്ടുപോയില്ലേ? ആ ചെറിയൊരു സാധനം ഉള്ളൂ. ചെറിയ മ്യൂസിക് വേണോ? അതിന്റെ മ്യൂസിക് ഉണ്ട് നല്ലതാ. ചേട്ടാ എന്തായാലും ഒരു എന്താ ചെയ്തിട്ടൊന്ന് പൊക്കോട്ടെ, ഭയങ്കര ശല്യം. ചേട്ടാ ചെയ്തിട്ട് പോണേ, സമയം വേണം. ഒരുമിച്ച് ചെയ്യണേ, ഒരുമിച്ച് ചെയ്യണേ. അത് വേണ്ട, അത് വേണ്ട. ഡ്രസ്സ് ജോലി എന്താ ചേട്ടാ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ സത്യം പറ, DQന്റെ അടുത്തുള്ള നമ്പർ അല്ലേ? അല്ല, DQന് പകരം കിങ് ഓഫ് കൊത്തയില് ആ രാജു ക്യാരക്ടർ ചെയ്തത് ഇയാൾ തന്നെയാണ്. പക്ഷേ അയാളുടെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ടി വന്നു. സന്തോഷം, വലിയ സന്തോഷം. പ്രൊഡ്യൂസർ തരാൻ സമ്മതിച്ചിരുന്ന പൈസയെക്കാളും വളരെയധികം കൂടുതൽ അയാൾ അഭിനയിച്ചു. അത്രയും പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പുള്ളിയുടെ പോർഷൻ സത്യം. നിങ്ങൾ പറഞ്ഞ ഇംഗ്ലീഷൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ തളർത്താൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. ഒരു ഉമ്മ പോട്ടെ മുത്തേ, അക്സെപ്റ്റ് ചെയ്ത് ഏക വ്യക്തിയാ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, DQ somehow he wants to meet you, he wants to come closer to you. അതിനുള്ള ഒരു പരിപാടികളായിട്ടാണെന്ന് തോന്നുന്നല്ലേ സർ? ഇത്രയും ക്ലോസ് ആയി പോയില്ലേ ഇപ്പൊ? ആണ് ഓമ. അല്ല, ഇത്രയും നന്നായിട്ട് മലയാളം പറയുന്നോണ്ട് ഒരു ചാലഞ്ച് കൊടുക്കാണ്. DQന് മലയാളത്തിൽ കടിച്ച പൊട്ടാത്ത എന്തെങ്കിലും പ്രസന്ന സാറിന് കൊടുക്കാം. അത് പറയോ ഇല്ലയോ എന്നൊന്ന് നോക്കാനാണ്. എന്തെങ്കിലും ഉൾപ്പുളകിതമായ എന്തെങ്കിലും ദൃഷ്ടിദുമ്നൻ പോലുള്ള എന്തെങ്കിലും ഒരു ഫ്രേസോ എനിത്തിങ്. സർ കിങ് ഓഫ് കൊത്തയിലെ DQ അപ്പം ഒരു ഫ്രേസ് പറയാൻ പോവാണ്. സംതിങ് ഇൻ മലയാളം. സോ ഹാവ് ടു റിപ്പീറ്റ് ഇൻ മലയാളം. പ്രദ്യുമ്നിൻ. അടുത്ത ഒരെണ്ണം മോൾ.
പ്രശ്ന സാർ എന്തും പറയും. എനിക്കത് ഒരു എന്താ പറയാ, മലയാളം അറിയാം അല്ലെങ്കിൽ മലയാളി അല്ല എന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അത്ര അത്ര ഗംഭീരമായി. സിമ്പിൾ ആയിട്ടാണ് മലയാളം പറയുന്നത്. മലയാളം പഠിച്ചിട്ടുണ്ട്, മലയാളത്തിൽ അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു മലയാളത്തിൽ വർക്ക് ചെയ്യാനും നമ്മുടെ ഏറ്റവും നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. പ്രശ്ന സാർ ഫുള്ളി അത് അത്രയും ഇഷ്ടത്തോടെ പഠിച്ച ലാംഗ്വേജാണ്. ശരിക്കും എന്നെക്കാളൊക്കെ നേരം മലയാളം പറയുന്നത് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര ഒരു നല്ലൊരു കോംപ്ലിമെൻ്റ് ആണ്. താങ്ക് യു. അല്ല, സീരിയസ്ലി ലാംഗ്വേജിന്റെ കാര്യം പറയുമ്പോൾ ഈ 4 ലാംഗ്വേജസിലും ഡബ് ചെയ്തിരിക്കുന്നത് DQ തന്നെയാണ്. പ്രശ്ന സാറും ഡബ് ചെയ്തിട്ടുണ്ട്. ഡബ് ചെയ്ത സാർ തന്നെയാണ്. അല്ല ഞാൻ തെലുങ്കും ഹിന്ദി ഞാൻ ഡബ് ചെയ്തിട്ടില്ല. മലയാളം തമിഴ്. മലയാളം തമിഴ്. സാറേ, തെലുങ്കില് പ്രസന്ന സാർ സൂപ്പർ ആണെന്ന് എങ്ങനെ പറയും? തെലുങ്കില് చాలా బాగుంది ప్రశ్న గారు. സാറേ, തമിഴില് ప్రశ్న సార్ నా సెమ్మ యాక్టర్ నెరుపు. നെരുപ്പ്. ഇന്നത്തേക്ക് ഇത് മതി. സാർ ഹിന്ദി സാർ ഹിന്ദിയിലും കൂടെ കിങ് ഓഫ് കൊത്ത ഹിന്ദിയിലും കൂടെ ഉള്ളതുകൊണ്ട് ഹിന്ദിയിലും കൂടെ പ്രസന്ന സാർ. പ്രശ്ന സാർ ഖത്തർനാക്ക് ആക്ടർ है. താങ്ക് യു സോ മച്ച്. ഇത് ഇത്രയും കോംപ്ലിമെന്റ്സ് ഒരുമിച്ച് ഒരേ സമയത്ത് കിട്ടണമെങ്കിൽ, ഇത്രയും ലാംഗ്വേജിൽ കിട്ടണമെങ്കിൽ താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ പ്രസന്ന സാറിന് ഒരു വലിയ കൈയടി നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ സീറ്റിലേക്ക് നയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. വി ആർ ബ്ലെസ്ഡ് ടു ഹാവ് കിങ് ഓഫ് കൊത്തയുടെ ഈ ഒരു ടീമിലേക്ക്. Pavan Nallana and Needus Academy present Behind Woods Dulkhar, the King of Kotha, supported by Hero Motocore, Chicking Tirukochi Golden Diamonds, Ladio Premium Innovators, powered by Anfield International, Wetland Wedding, Corona Plastics, Sulfrex Mattress, Aquastar and Elements of Cinema.